രാവിലെ മുതൽ ഒരാൾ എൻ്റെ പുറകിൽ അമ്മ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം 1 കിലോ ചിക്കനോളം ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി എല്ലാം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് ചെയ്തെടുക്കുന്ന അരപ്പ് കുറച്ചെടുത്ത് പ്രത്യേകം മാറ്റി വെച്ചിരിക്കണമേ. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. ഏകദേശം 2 മണിക്കൂറോളം ഫ്രിഡ്ജിനകത്ത് വെക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് പാകം ചെയ്യാം. കുക്കർ വെച്ചതിന് ശേഷം നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് മസാലക്കൂട്ട് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. സവാള ആഡ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടും. സവാള നന്നായിട്ട് വഴറ്റിയെടുത്ത് ഏകദേശം വഴണ്ട് വരുമ്പോൾ നമ്മൾ 2 തക്കാളികളും എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിയില ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചേർന്ന് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് അതിനോട് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഏകദേശം അതിനകത്ത് ഒരു 5 മിനിറ്റോളം ഇട്ടിങ്ങനെ വഴറ്റി എടുക്കുക. പിന്നെ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 1 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം എന്നൊരു ക്രമത്തിൽ വേണം അരി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 വിസിലടുപ്പിക്കുക. വിസിലടുപ്പിച്ച ശേഷം തുറന്ന് നോക്കുക. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വെരി ടേസ്റ്റി.